ഹായ് SP അരുളൻ. മന്ത്രി KB ഗണേഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് ഒരു വിവാദം കത്തിച്ചു കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നതിന് പര്യവസാനമായിട്ടുണ്ട്. ഒരു കുടുംബത്തിനകത്ത് നടന്ന പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട് പൊടിപ്പും തെങ്ങലും, അതായത് ഭാര്യ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ അസ്വാഭാവികമായ കാഴ്ച കണ്ടു. എന്താണ് അസ്വാഭാവികത എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വേറൊരു സ്ത്രീയാണെന്ന് ഓരോരുത്തർക്കും അവരുടെ മസാല പോലെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും വിസമ്മതിച്ചിട്ടുമില്ല. എന്തായാലും ആ വിഷയത്തിൽ ഒരു പരിഹാരം വന്നിട്ടുണ്ട്. അതായത് ചിലർ ആഗ്രഹിച്ചിരുന്നു, ഈ പത്തനാപുരം മണ്ഡലം കണ്ട് മോഹിച്ച് നടക്കുന്ന ചിലരും, ഒപ്പം തന്നെ KB ഗണേഷ് കുമാർ എന്ന വ്യക്തി ഈ സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തിയത് കൊണ്ട് തന്നെ അയാളെ വീഴ്ത്തേണ്ടത് ഈ നാട്ടിൽ ഇടതുപക്ഷ വിരുദ്ധരുടെ ഒരു ടാർഗറ്റാണ്. ആ രീതിയിൽ തന്നെ മാധ്യമങ്ങളും അദ്ദേഹത്തെ കാണുന്നതുകൊണ്ടാണ്. എന്താണ് ആ വിഷയത്തിന്റെ വസ്തുതയെന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് ഒരു സ്ത്രീ പരാതി പറഞ്ഞു. അതായത് സ്വന്തം ഭാര്യ 112 വിളിച്ച് ഒരു പരാതി പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ സംഭവിക്കാത്ത കാര്യമല്ല അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രശ്നപരിഹാരം എന്താണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തെന്ന് കേട്ടെ. മന്ത്രി KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അത് ഒത്തുതീർപ്പായി എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതായത് മന്ത്രി KB ഗണേഷ് കുമാർ ഭാര്യ ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ചു, മാപ്പ് ചോദിച്ചു എന്നാണ് ഈ നിമിഷം അറിയാൻ പറ്റുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ ഭാര്യയോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഫോൺ വിളിച്ചത്. അങ്ങനെ മാപ്പ് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പരാതിക്കില്ല, ഒരു പ്രതികാര നടപടിക്കില്ല എന്ന് ബിന്ദു മേനോനും അറിയിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിന്ദു മേനോൻ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ആരോപിച്ചത്. അപ്പോൾ ഈ രാവിലെ ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കോംപ്രമൈസിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കേട്ടല്ലോ, മന്ത്രി ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വിഷയമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിന്റെ ഒരു കാര്യം. അതായത് സംഭവിച്ച കാര്യത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കൺവിൻസ് ആയെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിച്ചതിന്റെ വൈകാരിക തലമാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിന്റെ ഇടയിൽ പോലീസിനെ വിളിച്ചതാകാം, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു. പക്ഷേ അതല്ല വിഷയം. നമ്മുടെ നാട്ടിൽ ഒരു വിത്തുകാളെ പോലെ ഒരുത്തൻ നടന്ന് നാട്ടിലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ എല്ലാം ജീവിതം തുലയ്ക്കാൻ വേണ്ടി നടന്നവൻ, 3 പീഡന കേസിൽ പ്രതികളായവൻ, പോക്സോ കേസിൽ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന വ്യക്തി, ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരെ മക്കളെ ഇദ്ദേഹം ഈ വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ച ഒരുത്തൻ, അങ്ങനെയുള്ളൊരു മഹാൻ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ, അതായത് നമ്മുടെ നാട്ടിൽ ഗോവിന്ദചാമിക്ക് വേണമെങ്കിൽ നാളെ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാം, ഈ പീഡന കൊലപാതകവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശമുണ്ടെന്ന് വേണം പറയാം. അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് തനിക്ക് എന്ത് അവകാശമാണോ ഇതിനുള്ളത്? കാര്യം ഈ നാട്ടിൽ 3ഓളം പീഡന കേസിലെ പ്രതിയായിട്ട് നിൽക്കുന്നവൻ വന്നിട്ട് ഗണേഷ് കുമാറിനെ പീഡന കേസിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നാളെ മുതൽ ഇത്തരം കേസുകളിൽ പെട്ടവർക്ക് എല്ലാവർക്കും വന്ന് ആരോപണം ഉന്നയിക്കാമല്ലോ. അതിലിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ വേണ്ടില്ല. പക്ഷേ കിട്ടിയ ഒരു അവസരത്തിൽ വെള്ളപൂശി കൊണ്ടുവരാനുള്ള ഒരു അവസരം, അതായത് പീഡന വീരനെ നാട്ടിൽ ഓടി നടന്ന് എന്ത് ചെയ്യാണ്, സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നവൻ, അവനാണ് ഇങ്ങനെ ഒരു കേസ് കിട്ടിയപ്പോൾ എനിക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാകുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാധ്യമധർമ്മം എന്നുണ്ടെങ്കിൽ യവനെപ്പോലുള്ള ഏതെങ്കിലുമൊക്കെ ഞരമ്പന്മാർ പുറത്തിറങ്ങിയ അവിടെ ക്യാമറയായിട്ട് പോലും പോകരുത്. പിന്നെ നമ്മുടെ ഈ വാർത്താ കച്ചവടം മുതലാളിയെ സംബന്ധിക്കുന്നിടത്തോളം പൈസയാണ്. അവിടെ എന്ത് നീതിബോധം, ആരെന്ത് പറഞ്ഞാലും കൊടുക്കുക, അതാണ് ഇവരുടെ മാധ്യമധർമ്മം എന്ന് ഇവർ ഒരു നിർവചനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിർവചനങ്ങൾക്കപ്പുറം ഇങ്ങനെയുള്ള അലവലാദികൾ അല്ലെങ്കിൽ കേസിലെല്ലാം പ്രതിയായിട്ട് നിൽക്കുന്നവൻ, ആരോപണ വിധേയൻ, അതിനെ സംബന്ധിച്ച് തെളിവുകൾ പുറത്തു വന്ന വ്യക്തി, അതിലാണ് 112 ഭാര്യ വിളിച്ചു, അവരുടെ കൈവശ ഫോട്ടോ ഉണ്ട്. അവരെ വിളിച്ചപ്പോഴത്തേക്കും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനെ തന്നെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല, തടഞ്ഞു, ഫോൺ പിടിച്ചു വാങ്ങി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അവരുടെ വീട്ടിനകത്ത് നടന്ന സ്വകാര്യമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഭാര്യയ്ക്ക് ക്ലെയിം ഉണ്ട്. ഇതെന്താ ഈ നാട്ടിൽ ആദ്യമായിട്ട് സംഭവിച്ചാണ്. പക്ഷെ മാങ്ങാണ്ടിയുടെ കാര്യം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അതായത് വിവാഹം കഴിക്കാൻ നടന്ന് നാട്ടിലെ 6ഓ 7ഓ സ്ത്രീകൾക്ക് നേരെ ആരോപണം ഉയർന്നിരിക്കുന്നു, പരാതി കൊടുക്കാതെ കാശ് കൊടുത്ത് സെറ്റിൽമെന്റ് നടത്തിയിരിക്കുന്നു, ചാനൽ മുറികളിലെ മാധ്യമ അവതാരകരെ വരെ പീഡിപ്പിച്ച് ഗർഭം ഉണ്ടാക്കി ഗർഭചിത്രം നടത്തിയവന് ഇത് പറയാനുള്ള യോഗ്യതയുണ്ടോ? അപ്പോൾ ഗണേഷ് കുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിവാദം വന്ന സന്ദർഭത്തിൽ ഇവർക്ക് ആവശ്യം ഒരു രാജിവെപ്പിക്കുക, അല്ലെങ്കിൽ അതിലൂടെ ഗണേഷ് കുമാർ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് KSRTC മുന്നോട്ട് വന്നതെല്ലാം റദ്ദാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ കയറി പിടിച്ച് അത് വെച്ച് ചർച്ച ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിനെ അദ്ദേഹം കൃത്യമായിട്ട് വൈഫിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത വിഷയമായിരുന്നില്ല എന്നത് തെളിയല്ലേ. അവർക്ക് ഇടയിൽ അത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കാൻ പറ്റിയെങ്കിൽ, അവർക്കിടയിൽ അത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത്ര ഇവർ ഊതിപ്പെരുപ്പിച്ചതാണ്. അപ്പോൾ ഇവർക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ട്. അതായത് ഇപ്പോൾ BJPക്കാർ കൂടി ഈ
നമ്മുടെ മാങ്ങാണ്ടിയെ സ്പോൺസർ ചെയ്തിരിക്കുന്നു തോന്നുന്നു. കാര്യം ശ്രീലേഖ IPSലൊക്കെ നേരത്തെ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെക്കാളും ദിലീപിനോടുണ്ടായ ഒരു ആഭിമുഖ്യം പോലെ തന്നെ ഒരു സവർണനായിട്ടുള്ള നമ്മുടെ പീഡനവീരനായിട്ടുള്ള രാഹുൽ മാങ്ങാണ്ടിയോട് അവർക്കൊരു താല്പര്യം തോന്നിയെങ്കിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട സോഴ്സുകളെല്ലാം കൊടുത്തതിന് ശേഷം അവനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഉളുപ്പില്ലാതെ അവന്റെ മുന്നിൽ ക്യാമറകളും മൈക്കും കൊണ്ടുവച്ച് പീഡിപ്പിച്ചവരെ വരെ തള്ളിപ്പറയുന്നവൻ ഹൂ കേസ് എന്ന് പറഞ്ഞവൻ അവന് ഈ സ്പേസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞെങ്കിൽ കേൾക്കാൻ അന്തസ്സുണ്ടായിരുന്നു. ഇവനെ പോലത്തെ ഒരു വ്യക്തിക്ക് ഇത്രയും സ്പേസ് കൊടുത്ത് ഇവനെ വീണ്ടും ആളാക്കാൻ ശ്രമിക്കുന്ന മാധ്യമക്കാർക്ക് എന്ത് ധർമ്മമാണുള്ളത്? നിങ്ങൾ നടത്തുന്നതാണ് ആദ്യം നെറുകെട്ട പ്രവർത്തനം. കേരളത്തിലെ ചില ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ളവർ അല്ലെങ്കിൽ പിണറായി വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമ സ്ഥാപനങ്ങൾ നടക്കുന്നവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളാണ് ഗണേഷ് കുമാറിന്റെ മറവിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.